നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് CPM നേതാവായ KT കുഞ്ഞിക്കണ്ണനാണ്. സഖാവേ നമസ്കാരം. അതായത് ഇപ്പോൾ വയനാട് വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തകൾ വരുന്നു. വലിയൊരു തട്ടിപ്പ്, അതായത് സഹകരണ അർബൻ ബാങ്കിലേക്ക് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന്, ലക്ഷമോ കോടിയോ എന്നുള്ളതിൻ്റെ കണക്കൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ ട്രഷററായിരുന്ന NM വിജയൻ്റെയും മകൻ്റെയും മരണം എന്നുള്ള പുതിയ വിവരങ്ങളാണിപ്പോൾ, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടുത്തെ, അതായത് സുൽത്താൻ ബത്തേരി MLA ആയ IC ബാലകൃഷ്ണന് വേണ്ടിയും ഇത്തരത്തിൽ പണപ്പിരിവ്, കോഴ വാങ്ങി എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കേരളത്തിലെ സഹകരണ മേഖലയെ എല്ലാ കാലത്തും UDF വലിയ അഴിമതിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. കേരളത്തിലെ മുഴുവൻ നിയമനങ്ങളും അതാത് ബാങ്ക് ഡയറക്ടർ ബോർഡിൽ നിക്ഷിപ്തമായിരുന്നൊരു കാലമുണ്ട്. പിന്നീടാണ് ജില്ലാ ബാങ്കുകളുടെ നിയമനമൊക്കെ PSC വഴിയാക്കണമെന്നും സ്റ്റേറ്റ് ബോർഡ് ഉണ്ടാക്കണമെന്നും നിയമനത്തിന് കേന്ദ്രീകൃത പരീക്ഷ വേണമെന്നും അതിൽ നിന്നാണ് സെലക്ഷൻ നടന്നത്. ഇതൊക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ വലിയ അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് വന്നത്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ് ഈ ജില്ലാ ബാങ്കുകളുടെ നിയമനമൊക്കെ ഈ രീതിയിൽ കൊണ്ടുവരുന്നതൊക്കെ. പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും ഭരണാധികാരമുള്ള എല്ലാ ബാങ്കുകളും അവർ വലിയ രീതിയിൽ അഴിമതി നടത്തും. ഇപ്പോൾ ഈ പുൽപ്പള്ളി വലിയ കുംഭകോണമാണ്. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്താണ്? ഇരിട്ടിയിൽ നിന്നാണ് 1.5 കോടി രൂപ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തി മുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തെ അതിൻ്റെ എല്ലാ മഹത്തായ ലക്ഷ്യങ്ങളിൽ നിന്നും മാറ്റി സ്വന്തം കീശയിൽ പൈസയാക്കാനുള്ള ഒരു ഏർപ്പാടാക്കി കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസ് മാറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണമാണ് ഈ ബത്തേരിയിലെ ഈ തട്ടിപ്പ്. NM വിജയൻ ദീർഘകാലമായിട്ട് അവിടുത്തെ DCC നേതൃത്വത്തിലുള്ള ആളാണ്. DCC ട്രഷറായിരുന്നു. ട്രഷറായതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ജില്ലയിലെ എല്ലാ സാമ്പത്തിക ബാധ്യതകളുടെ ചുവട്ടിൽ വരും. ആ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിന് അയാൾ വായ്പ എടുത്ത തുക, അയാളുടെ മരണക്കുറിപ്പിലൊക്കെ പറയുന്നൊരു പ്രധാന സംഭവമാണല്ലോ, വായ്പ എടുത്ത തുകയുണ്ട്. അത് 65 ലക്ഷം ആയിരിക്കുന്നു. അയാളുടെ 10 സെൻറ്റും വീടും ജപ്തിയിലേക്ക് പോയിരിക്കുന്നു. തെരുവിലേക്ക് കുടുംബം ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ട്. അതുകൂടാതെ എന്താ, ഇദ്ദേഹത്തെ വളരെ നിർബന്ധിച്ച് ഈ വരാവുന്ന വർഷങ്ങളിലുണ്ടാകുന്ന LD തൊട്ട് ഒരുപാട് പോസ്റ്റുകളിൽ കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് IC ബാലകൃഷ്ണനും ജില്ലാ നേതൃത്വത്തിനും കൊടുക്കാനാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ ഒതുങ്ങുന്ന IC ബാലകൃഷ്ണൻ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇതിൽ KPCCയുടെ ഉന്നത ലീഡർഷിപ്പിന് നല്ല പങ്കുള്ള ഒരു കിട്ടിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. വീട്ടിലേക്കാണ് പോയത്, ഞാൻ പൊളിച്ചു നോക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. VD സതീശന് ഇദ്ദേഹത്തിൻ്റെ മകൻ അച്ഛൻ്റെ മരണക്കുറിപ്പ് പ്രസിഡന്റിനും കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിനും കൊടുത്തു. പ്രതിപക്ഷ നേതാവ് എന്താണ്, ക്ഷിപ്രപ്രതികരണത്തിൻ്റെ ആളാണ്. അയാൾ ഭയങ്കരമായിട്ടുള്ള വളരെ വൈകാരികമായ എല്ലാ വിഷയത്തിലും ഇരിക്കുകയാണ്. ധാർമ്മികത ഇങ്ങനെ മുറ്റുന്ന വാക്കുകളും വികാരവും കൊണ്ട് മൂക്ക് പറക്കുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പക്ഷേ 2 പേര് സ്വന്തം പാർട്ടി നേതാക്കൾ വഞ്ചനാപരമായ അതിന് ഇരയായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് ആ ആത്മഹത്യാക്കുറിപ്പ് സ്വന്തം കയ്യിൽ കിട്ടിയിട്ട് ഈ ദിവസം വരെ അതിനെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരികയും വിജിലൻസ് അന്വേഷണം വരികയും ചെയ്ത സാഹചര്യത്തിൽ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത് എന്താണ്? IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി പണം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പണം കൊടുത്ത ആർക്കും ജോലി, 2021 മുതൽ വാങ്ങിച്ച പണമാണ് ഇത്. അങ്ങനെ പണം വാങ്ങിച്ച ആർക്കും ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ ക്രൈസിസിലേക്ക് അയാൾ എത്തിച്ച് ഈ പണം തിരിച്ചു കൊടുക്കണം. സാമൂഹ്യമായി വലിയ സമ്മർദ്ദം, അയാൾ ഒറ്റപ്പെടുന്ന, അപമാനിതനാവുന്ന അവസ്ഥ. ഇത് IC ബാലകൃഷ്ണനോടും നേതാക്കളോടും പറഞ്ഞിട്ട് അവർക്ക് ചെവിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരുടെ ഒരു വലിയ കുംഭകോണത്തിൻ്റെ ഇരയാവേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത്. ഈ 14 ബാങ്കുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. അതിൽ 10 ബാങ്കിലും ഈ മരിച്ച വിജയന് ഇടപാടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, പക്ഷേ നീണ്ടുപോകുമായിരിക്കും. ഈ എമൗണ്ടിലൊന്നും നിൽക്കില്ല. ഇതിനും കൂടുതലായിരിക്കും. അതെ, ഇപ്പോൾ ഈ സംഭവത്തെ IC ബാലകൃഷ്ണൻ ഒതുങ്ങുന്നതല്ല. ഈ ഇത്രയും ഭീകരമായൊരു തട്ടിപ്പ്, അതിൻ്റെ പേരിൽ 2 കോൺഗ്രസ്, ഒരു സമുന്നതനായ ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ദാരുണമായ അന്ത്യം, ഇതെല്ലാം ഉണ്ടായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ KPCC പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ശ്രദ്ധയിൽ വന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആ നടപടി സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഒരു സംശയവുമില്ല, ഇവർക്കെല്ലാം പങ്കുള്ള ഒരു കുംഭകോണമാണ് ഇത്. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ എന്താണ്? ചെന്നിത്തല പറഞ്ഞ IC ബാലകൃഷ്ണൻ നല്ല നേതാവാണ്. ആ നല്ല നേതാവാന്ന് പറയുന്നതിൽ എന്തുണ്ട്? IC ബാലകൃഷ്ണനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വികാരമുണ്ട്. അത് കോൺഗ്രസിൻ്റെ KPCCയുടെ നേതൃത്വത്തിന്
മുഴുവനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ KPCC കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പങ്ക് കച്ചവടമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ കുറ്റകരമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങളുടെ പക്ഷപാതിത്വവും ഇടതുപക്ഷ വിരുദ്ധതയും കൃത്യമായി വെളിവാക്കുന്ന സംഭവമാണ്. ഈ സംഭവം ചർച്ച ചെയ്യാൻ തയ്യാറായോ? കരുവന്നൂർ എടുത്താലും കരുവന്നൂർ എത്ര മാസങ്ങളാണ് ചർച്ച ചെയ്തത്, എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്? കരുവന്നൂരിലെ തട്ടിപ്പിനൊന്നും ഒരു ന്യായീകരണവുമില്ല, അത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാണ്. പക്ഷേ പൊളിറ്റിക്കലായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ എന്ത് വിവാദപരമാക്കിയിട്ട് കരുവന്നൂർ മാധ്യമങ്ങൾ മാറ്റി? എന്തുകൊണ്ടാണ് ഈ IC ബാലകൃഷ്ണൻ്റെ പ്രശ്നം മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കാത്തത്? മാധ്യമങ്ങൾ അതുപോലെ ഗൗരവമുള്ളൊരു വിഷയമാകുന്നത്. രണ്ടുപേരുടെ ജീവൻ പോയില്ലേ? അതിന് കൃത്യമായ തെളിവ് നൽകുന്ന മരണക്കുറിപ്പുണ്ട്. ഒരു MLA-ക്കെതിരെ MLA രാജിവെക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് ഒരു സ്ക്രോളും നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു തരത്തിലും ആ വിഷയം ചർച്ച ചെയ്യാൻ തരുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന പക്ഷപാതിത്വം അത് കൃത്യമായ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇടതുപക്ഷം അതിനെതിരായിട്ട് ധാർമ്മിക രോഷം കൊള്ളാം, എന്നാൽ വലതുപക്ഷം നടത്തുന്ന അഴിമതിയും കുംഭകോണങ്ങളൊന്നും ആരും അറിയേണ്ടതില്ല, അതിനെ അജ്ഞതയിൽ നിർത്തുക. ചോംസ്കി പറയുന്നത് പോലെ ഈ സിസ്റ്റത്തെ സംരക്ഷിക്കുന്ന വലതുപക്ഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അജ്ഞതയിൽ നിർത്തുക. എല്ലാ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കും തെറ്റുകൾക്കും അധാർമികതയ്ക്കും കാരണക്കാർ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവും തൊഴിലാളി വർഗവും അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഒക്കെ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, ആഗോളതലത്തിൽ US മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന അതേ തന്ത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഇടതുപക്ഷം ഇനി ഇതിലെ ഈ സമരപരിപാടികളും എങ്ങനെയാണ് ഇടതുപക്ഷം ഇതിനെ നേരിടാൻ, അല്ലെങ്കിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഇടതുപക്ഷത്തിന്? ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം എന്ന നിലക്ക് മിസ്റ്റർ IC ബാലകൃഷ്ണൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുകയാണല്ലോ. ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും. അതിനാവശ്യമായ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം ഇപ്പോൾ തന്നെ ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരങ്ങൾ ആരംഭിച്ച് PCC നേതൃത്വം ഇപ്പോൾ ND അപ്പച്ചൻ്റെ പേര് ഉൾപ്പെടെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അതെ, അത് ശ്രദ്ധിച്ചിരുന്നു. അത് ND അപ്പച്ചൻ്റെ പേര് മരണക്കുറിപ്പിലുണ്ട്. അതായത് ND അപ്പച്ചൻ DCC പ്രസിഡന്റ് കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം. അപ്പോൾ ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ട്, ഒരു സംശയവും. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരാൻ പോകുന്ന വിഷയങ്ങളാണ്. അന്വേഷണം നടക്കുകയാണ്. ഇതൊരു റാക്കറ്റാണ് എന്നുള്ളത് ഒരാൾക്ക് ഒറ്റക്കൊന്നും ഒരു അഴിമതി നടത്താൻ പറ്റില്ല. ഇവിടെ ഈ ചേവായൂർ ബാങ്ക് സുധാകരൻ KPCC പ്രസിഡന്റ് നേരിട്ട് വന്ന് ബാങ്ക് ഷെയർ ഉടമകൾ, അതായത് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ, ചേവായൂർ ബാങ്ക് അംഗങ്ങളുടെ യോഗം വിളിച്ചിട്ട് ആ യോഗത്തിൽ പ്രസംഗിച്ചെന്താ? എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയാൽ എല്ലാവർക്കും കിട്ടും, ശൂരം വരും. ഓഡിയോ പുറത്തു വന്നതാണ്. അപ്പം മരണഭീഷണിയാണ് അംഗങ്ങൾക്ക്, നിങ്ങൾ വോട്ട് മറിച്ച് ചെയ്യരുതെന്ന്. അങ്ങനെ ആ രീതിയിലൊരു വലിയ ദൗത്യമായിട്ട് KPCC പ്രസിഡന്റ് ഒരു സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് എടുക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിറകിലുള്ള ചേതോവികാരം? ഒരു സംശയവുമില്ല. ഇവിടുത്തെ DCC പ്രസിഡന്റും നേതാക്കളും അഡ്വക്കേറ്റ് പ്രശാന്തിനോട് പറഞ്ഞത് എന്താണ്? ഭാവിയിൽ വരുന്ന LDC ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾക്ക് പണം വാങ്ങിച്ചിട്ട് ബിൽഡിംഗ് ഫണ്ടിലേക്ക് തരണം എന്നാണ്. അപ്പോൾ അദ്ദേഹം അത് കരുവന്നൂരിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പറ്റില്ല. സഹകരണ ബാങ്കുകളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാണ്, ഭയങ്കര വിജിലൻ്റ് ആകേണ്ട സമയമാണ്. എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണം, അതുകൊണ്ട് അത് പറ്റില്ല എന്ന കർശനമായ നിലപാടെടുത്തു. അയാളുടെ സമ്മർദ്ദം വന്നപ്പോൾ അയാൾ ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വന്നു, അയാളുടെ നേതൃത്വത്തിൽ ഒരു പാനൽ വെച്ചു, ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട്, അത് ജയിച്ചു. അപ്പോൾ ഇത് എന്താണ്? സാർവത്രികമായ ഒരു കോൺഗ്രസ് നയമാണ്. വയനാട്ടിൽ ഇതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ DCC പ്രസിഡന്റ് ഉത്തരം പറയണ്ടേ? K മുരളീധരൻ ഉത്തരം പറയണ്ടേ? ഇവിടെ വന്നിട്ട് വോട്ട് മാറ്റി ചെയ്താൽ നിങ്ങളെയൊന്നും വെറുതെ വിടില്ല, ശൂലം പറകുന്നു, എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല, തട്ടിക്കളിയെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ K സുധാകരൻ. അതിന് പുറകിൽ എന്താണ്? ഇത്തരം തട്ടിപ്പുകൾ കോൺഗ്രസിൻ്റെ ഒരു നയമാണെന്നുള്ളതാണ്. ആ നയം കണ്ടിട്ടാണ് കാസർഗോഡ് ബാങ്കിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ PSCക്ക് വിടണമെന്നുള്ള ആവശ്യം, ജില്ലാ ബാങ്കുകളുടെ നിയമനം PSCക്ക് വിടണമെന്നുള്ള ആവശ്യം പിണറായി വിജയൻ ആ വിഷയം ഏറ്റെടുക്കുകയും പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുക്കുകയും ചെയ്തു. ഇത് BJP കരുവന്നൂരൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്ത് നമ്മൾ കണ്ടതാണ്. BJP ഒരു മൗനത്തിലാണല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? BJP തീരെ സജീവമല്ല, നിഷ്ക്രിയമാണ്. കാരണം എന്തായിരിക്കും അതിൻ്റെ? കാരണം പൊളിറ്റിക്കലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കലാണ്. ഇടതുപക്ഷമാണെങ്കിൽ അഴിമതി വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. വലതുപക്ഷത്തിൽപ്പെട്ട അഴിമതി നടത്തിയാൽ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഉയർത്തേണ്ട പ്രശ്നം ഒന്നുമില്ല. ഇത്തരത്തിലുള്ള അഴിമതികൾ ഇപ്പോൾ ഈ സഹകരണ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ തന്നെ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെ തകർക്കുക എന്നുള്ളൊരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആലോചിക്കുന്നത്, നമ്മൾ കണ്ടതാണ്. പൊതുവേ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് വയനാട്ടിലൊക്കെ വലിയ വിഷയമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സഹകരണ ബാങ്കുകളിലെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാവാൻ എന്തായിരിക്കും ചെയ്യാൻ കഴിയുക?
സഹകരണ ബാങ്കുകളിലെ അഴിമതി പൂർണ്ണമായി ഇല്ലാതാകണമെങ്കിൽ അത് സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതി ഇല്ലാതാക്കുക അതിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം. സഹകരണ ബാങ്ക് സ്ഥാപനങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള സഹായം നൽകുക എന്നുള്ളതാണ്. ഐക്യ നാണയ സംഘത്തിൻ്റെയൊക്കെ രൂപത്തിലാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം വന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ടുള്ള സഹകരണ മേഖല നിൽക്കുന്ന ലക്ഷക്കണക്കിന് കോടി നിക്ഷേപമുള്ളൊരു മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലയിലെ ലക്ഷക്കണക്കിന് കോടി വരുന്ന നിക്ഷേപത്തെ കോർപ്പറേറ്റുകളുടെ കൈകളിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾക്കാണ് മോഡി സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വരദരാജൻ കമ്മീഷൻ ഒരുപാട് വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് തൊട്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. UPA സർക്കാരിൻ്റെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലം മുതൽ സഹകരണ മേഖലയിൽ കൂടി ലിബറലൈസേഷൻ നടപ്പാക്കിയിട്ട് സഹകരണ മേഖലയിൽ കൂടി കോർപ്പറേറ്റുകൾക്ക് കടന്നു കയറാൻ ഇന്ത്യയിലെ ലോകമാതൃകയായ പാലുൽപാദക സംവിധാനമായിരുന്നു നമ്മുടെ ഗുജറാത്തിലെ അമൂൽ പ്രസ്ഥാനം. ആ അമൂൽ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് തകർത്തത്? മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ വർഗീസ് അദ്ദേഹത്തിൻ്റെ വലിയൊരു സമർപ്പണമാണ് അത്. ലോകത്തിലെ ഏത് കോർപ്പറേറ്റുകളോടും മത്സരിക്കാൻ കഴിയുന്ന പാലുൽപ്പന്നങ്ങളുടെ ഉൽപ്പാദക സംരംഭം എന്ന രീതിയിൽ അത് വളർന്നു. ഗുജറാത്തിലെ ഗ്രാമാന്തരങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് കന്നുകാലി വളർത്തി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതുണ്ടാക്കി. ആ മേഖലയിലേക്ക് BJP കടന്നു വരികയും ഇപ്പോഴെന്താണ് അത് തകർത്ത് കോർപ്പറേറ്റ്വൽക്കരിക്കുന്ന നടപടികളിലേക്ക് അത് നീങ്ങി. അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നടക്കുന്ന അഴിമതികളും കുംഭകോണങ്ങളും എന്നൊക്കെ പറയുന്നത് ഈ അഹമ്മദാബാദ് ജില്ലാ ബാങ്കിൻ്റെ അമിത്ഷാ പ്രസിഡൻ്റായിരുന്ന ബാങ്കിൻ്റെ അഴിമതിയും കുംഭകോണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. അപ്പം നോട്ട് നിരോധന കാലത്ത് ഒരു എന്താണ് ഈ നോട്ട് സമാഹരിച്ച് എത്രയോ പണം വെളുപ്പിച്ച അനുഭവം അഹമ്മദാബാദ് ജില്ലാ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സഹകരണ രംഗത്ത് മൾട്ടി കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് 10,000-കണക്കിന് കോടികളാണ് ഇവിടുത്തെ വൻകിടക്കാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പല മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികളും പൊളിഞ്ഞപ്പോൾ നിക്ഷേപകർ പണത്തിന് വേണ്ടി വലിയ ബഹളം വെക്കാൻ തുടങ്ങി. പാർലമെൻറ്റിൽ ഇത് ചോദ്യമായി ഉയർന്നു വന്നപ്പോൾ സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്താണ് 10,000 കോടിയിലേറെ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള കണക്കാണ് പറഞ്ഞത്. ഇത് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നയപരമായി തന്നെ എന്താണ് ജനങ്ങളുടെ ബാങ്കിങ് സിസ്റ്റത്തെയും ജനങ്ങളുടെ ഉൽപ്പാദക സഹകരണ സംഘങ്ങളെയൊക്കെ തകർക്കുന്ന നമ്മുടെ സഹകരണ നിയമങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് അജണ്ട അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയെ രക്ഷിക്കുക എന്നുള്ളത് അവരുടെ പ്രശ്നമില്ല. കോൺഗ്രസ് എന്നും സഹകരണ മേഖല എന്താണ് സ്വന്തം കീശയിൽ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാക്കായിട്ടാണ് നിന്നത്. കേരളത്തിൻ്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട നെയ്ത്ത് തൊഴിലാളികളുടെയും കൈത്തറി തൊഴിലാളികളുടെയും ഒക്കെ തന്നെ ഉൽപ്പാദക സംഘങ്ങൾ വിതരണ സംഘങ്ങൾ എന്ന നിലക്കാണ് ഇവിടെ സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. അതുപോലെ തന്നെ പാവപ്പെട്ട ഗ്രാമീണരായ കൃഷിക്കാർക്കൊക്കെയുള്ള വായ്പാ സഹായ സംഘങ്ങൾ എന്ന നിലക്കാണ് നമ്മുടെ സഹകരണ ബാങ്കുകൾ വളർന്നു വന്നത്. അപ്പോൾ സഹകരണ ബാങ്കുകൾ ഈ മാറിയ കാലത്തിൻ്റെ ഒരു ആവശ്യങ്ങളെ കൂടി കണക്കിലെടുത്ത് അത് വളരണം. അതോടൊപ്പം തന്നെ എന്താണ് ഈ അടിസ്ഥാന നിലപാട് സഹകരണ ബാങ്കുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അടിസ്ഥാനപരമായ ജനകീയ താല്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു പൊളിറ്റിക്കലായ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. ജനങ്ങളുടെ താല്പര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് സഹകരണ ബാങ്കുകൾക്കും സഹകാരികൾക്കും ഉണ്ടാകണം. അതില്ലാത്ത എങ്ങനെ കിട്ടിയിടത്തൊക്കെ കൈയിട്ട് വാരാമെന്ന് ചിന്തിക്കുന്ന ആളുകളെ ഇത്തരം സ്ഥാപനങ്ങളെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാലുള്ള അപകടവും ദുരന്തവുമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ.